റീസെൻ്റ്ലി ക്ലിനിക്കുകളിലുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 90% ഓഫ് ലേഡീസിലും മെൻസിലും കുട്ടികളിലടക്കം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ പേഷ്യൻസിൻ്റെ സൈഡിൽ നിൽക്കുന്ന രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്, റീസെൻറ്റ് 2 months ആയിട്ട് മഴക്കാലമാണല്ലോ, അതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായതായിരിക്കാം എന്നത്. എന്നാൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഒരു ഹിറ്റോ ട്രോമയോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പേഷ്യൻസിന് ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ ജോയിൻറ്റ് പെയിൻസ്, അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, ഡിപ്രഷനിലേക്ക് പോവുക, ക്ഷീണം ഉണ്ടാവുക, വെയിറ്റ് ലോസ് സംഭവിക്കുക, ഹെയർ ലോസ്, ലോവർ ബാക്ക് പെയിൻ, സ്കിന്നിൽ വല്ലാണ്ട് റിങ്കിൾസ് അപ്പിയർ ആവുക, ഇങ്ങനെ പല രീതിയിലും തന്നെ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. മേജർ ആയിട്ടുള്ള കോസ് സൺലൈറ്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ സൺലൈറ്റിന് പുറമെ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. വൈറ്റ് മഷ്റൂംസ്, ഓറഞ്ച് ജ്യൂസ്, ബീഫിന്റെ ലിവർ, ധാരാളം ഫിഷ് കഴിക്കുക, കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, മുട്ടയുടെ മഞ്ഞ കഴിക്കുക എന്നതൊക്കെ വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിലേക്ക് ഫുഡിലൂടെ എത്തിക്കാനുള്ള വഴിയാണ്. എന്നാൽ വൈറ്റമിൻ ഡി നല്ല ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഫുഡിലെ കൂടി നമുക്ക് ഒരിക്കലും വൈറ്റമിൻ ഡി നോർമൽ നല്ലൊരു സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കേണ്ടി വരും. മറ്റൊരു കാരണങ്ങളും ഇല്ലാതെ ഞാൻ പറഞ്ഞ പോലത്തെ സിംറ്റംസ് നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫാമിലിയിലോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്ടർ കൺസൾട്ടേഷനും മെഡിക്കൽ സപ്ലിമെന്റ്സും വഴി നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാറ്റാനായിട്ട് സാധിക്കും. കൂടുതൽ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.